ഹായ്. ഹായ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റ് ഒരു SEO ചെയ്തിട്ട് ആ SEO എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഏത് റൂട്ടിലൂടെയൊക്കെ പോകണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതലുള്ള ക്ലാസ് നമ്മൾ എന്തായിരിക്കും, SEO എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളെ കൂടെ ആരുണ്ട്? രാഹുലുണ്ട്. രാഹുൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഒരു കോഴ്സാക്കി നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ വീഡിയോ എന്തുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. A to Z ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ SEO എങ്ങനെയാണ് നമ്മളെ ഈ സാധാരണ നമ്മളെ കോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന വെബ്സൈറ്റിൽ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായിരുന്നു, വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് അതിൽ SEO ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ ടെക്നിക്കൽ SEO എങ്ങനെയാണ് ആഡ് ചെയ്യുക, അതേപോലെ ഓൺ പേജ് SEO എങ്ങനെ ആഡ് ചെയ്യുക, ഓഫ് പേജ് SEO, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നോക്കിയ കാര്യമാണ്. അപ്പോൾ ഇതിൽ ടെക്നിക്കൽ SEO എങ്ങനെയാണ് ആഡ് ചെയ്യുക, നമ്മൾ ആ കോഡ് എങ്ങനെയാണ് ഇതിലേക്ക് ഇടുക എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയും, ഈ SEO എന്താണ് അറിയില്ല, പിന്നെ അതുപോലെ ടെക്നിക്കൽ SEO എന്താ അറിയില്ല, അങ്ങനെ അറിയാത്തവർക്ക് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ ഐ ബട്ടണിൽ എന്തുണ്ട്, ഈ വീഡിയോസ് ഉണ്ട്, അത് പോയി കാണാം. പ്രോപ്പറായി, അതായത് ബേസിക്സ് മുതൽ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് SEO, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഒരു പ്ലേലിസ്റ്റാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതും മനസ്സിലാവില്ല, എന്താ ചെയ്യാൻ പോകുന്നതന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ചില ടെക്നിക്കൽ വേർഡ്സ് ആയിരിക്കും നമ്മൾ പറയാം. അതിപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൽ SEO അതെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും എടുത്ത് കാണാം, ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ roboto.txt ഫയൽ എന്ന് പറഞ്ഞ ഫയലുണ്ട്. ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ roboto.txt ഫയൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ അറിയാം, നമുക്ക് സെർച്ച് എൻജിൻസിൽ റോബോട്ടിക്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു വ്യക്തി സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരാൾക്ക് റിസൾട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് എഞ്ചിൻ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിളിൻ്റെ റോബോട്ടിക്സിന് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തോട്ട് കയറണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ റിസൾട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ സൈറ്റ് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് എന്ത് ഈ roboto.txt ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ നമ്മൾ ഈ സൈറ്റിൻ്റെ എവിടെയാണ് ഇടുന്നത് എന്ന് നോക്കണേ നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അത് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് മാപ്പ് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് നമ്മൾ അന്ന് വേർഡ്പ്രസിൻ്റെയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഈ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഏത് ഭാഗത്തായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? ഏതാ? ഈ roboto.txt. ഓക്കെ, roboto.txt കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഈ roboto.txt നമ്മൾ ചില ഡെവലപ്പേഴ്സാണ് കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവും. ചില എന്ത് ചെയ്യും, ഈ roboto.txt പറഞ്ഞിട്ടൊരു ഫയൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഈ roboto.txt എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ പണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ, ഒരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണും ഈ റോബോട്ട്. അന്ന് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല, ഈ roboto.txt എന്തിനാണ് സംഭവം എന്നറിയില്ല. പിന്നീടാണ് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അതിനൊരു പേർപ്പസ് ഉണ്ട്. അത് എന്തിനാണ്, ഈ SEO അനലിസ്റ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ആഡ് ചെയ്തതാണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാവുന്നത്, അത് പഠിക്കുന്നതും. പിന്നെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഉണ്ടാവും ഈ സൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. ഈ സൈറ്റ് നമ്മൾ ഏതാ വെച്ചാൽ, നമ്മളിപ്പോൾ VS Codeൽ എന്താ ചെയ്തതാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോസ് കാണിച്ചു തന്നതാണ്, എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഫോൾഡർ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഈ മെയിൻ ഫോൾഡറിൻ്റെ റൂട്ടിലാണ് ഫയൽ ആഡ് ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, robot.txt എന്നുള്ള ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എന്താണ് ഇവർ ഒരു കോഡ് തരും, ഒരു സാമ്പിൾ കോഡ് തരും. ആ കോഡ് എന്ത് ചെയ്താൽ മതി, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ ഈ roboto.txt ആഡ് ആയി കഴിഞ്ഞു കേട്ടോ. ഈ കോഡ് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതായത് ഡൊമൈൻ നെയിം ഉണ്ടാവും. ഇപ്പോൾ www. എന്താണ് നമ്മളെ പേര്, .com, ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക,
കോപ്പി ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി റോബോട്ട് TXT ഫയൽ ജനറേറ്റർ അടിച്ചു കൊടുത്താൽ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ ഏതെങ്കിലും ഒന്ന് കേട്ടിട്ട് എന്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ അതുപോലെ കാണിച്ചു തരാം. .txt ഫയൽ ജനറേറ്റർ ഓക്കെ ജനറേറ്റർ വന്നു. ഓക്കെ എന്നിട്ട് ഇതിൽ ഫസ്റ്റ് കാണുന്ന ആ സൈറ്റ് തന്നെ നമുക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ ആ ഒരു സൈറ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ നമ്മുടെ ഈ സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ സൈറ്റിൻ്റെ ലിങ്ക് എവിടെയുള്ള നമ്മുടെ സൈറ്റ് ഇതാണ്. ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ ആ സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഡിഫോൾട്ട് തന്നെ ആയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ഗൂഗിൾ എന്നുള്ളത് ഒക്കെ ഡിഫോൾട്ട് എല്ലാം അലൗഡ് തന്നെ എന്താണ് കൊടുക്കേണ്ടത്. അത് ഡിഫോൾട്ടായിട്ട് തന്നെ എന്ത് ചെയ്യും അത് റെഡി ആയിട്ട് വരും. ഓക്കെ ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ചില സെർച്ച് എഞ്ചിൻസ് റോബോട്ട് വരണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ കയറിയിട്ട് റിഫ്യൂസ്ഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരില്ല. ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് വേണ്ടി ആവശ്യമില്ലാത്ത എന്താ പറയുക സെർച്ച് എഞ്ചിൻസിൽ ഇത് കാണിക്കണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാവുന്നതാണ്. അതൊക്കെ സെർച്ച് എഞ്ചിനാണ്. ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇത് ഗൂഗിൾ ഇമേജസിന് വേണ്ടി തന്നെ എന്താണ് റോബോട്ടിക്സ് ഉണ്ടാവും. അതിൽ ആ ഇമേജസിൻ്റെ റോബോട്ടിക്സിനെ നമുക്ക് വെബ്സൈറ്റിലേക്ക് കടത്തി വിടണോ വേണ്ട എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ നമ്മുടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. എന്ത് ചെയ്യുക അത് ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഇവിടെ എന്ത് ചെയ്യും ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ അവിടെ അടുത്ത് തന്നെ ക്രിയേറ്റ് ആൻഡ് ഡൗൺലോഡ് ഓക്കെ അതുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് നമ്മുടെ കീബോർഡിലേക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഈ എന്താ പറയുക നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു വെബ്സൈറ്റിൻ്റെ നെയിം നമുക്കിവിടെ കാണിക്കണ്ടേ അത് ആവശ്യമില്ലേ നമുക്ക്. ഓക്കെ അതിൻ്റെ താഴത്തുള്ള ഈ ഒരു ഇത് മാത്രമേ നമുക്ക് എന്ത് ചെയ്താൽ മതി അവിടെ ഇട്ടാൽ മതി. ഓക്കെ അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് robots.txt അല്ലേ. ഓക്കെ ഞാൻ ആ റോബോട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അതൊന്ന് റീനെയിം ചെയ്താൽ മതി. റീനെയിം ചെയ്തിട്ട് റോബോട്ട്സ് എന്നാക്കിയാൽ മതി. robots.txt അല്ലേ ഇപ്പോൾ കറക്റ്റ് അല്ലേ. ശരി ഓക്കെ എസും കൂടി ഉണ്ട് മറക്കല്ല. ഓക്കെ എന്നിട്ട് ഈ ഒരു ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്താൽ നമ്മൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. ഇത് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്താലുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ മാക്സിമം നമ്പർ കുറേ വട്ടം ഉപയോഗിച്ചതുകൊണ്ടാണ് ആ ഒരു എറർ നമുക്ക് ത്രോ ചെയ്യുന്നത്. അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ആ ഫയൽ എവിടെയുള്ള ഉണ്ടാവുക ഇവിടെ VS കോഡ് പോയാൽ. ഓക്കെ VS കോഡിൽ വന്നിട്ട് റോബോട്ട്സ് അത് തന്നെ TXT എന്നുള്ളതിലുണ്ട്. ഇവിടെ വന്നാൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ നമുക്ക് ഇത് വേണ്ട കേട്ടോ. ഇത് വേണ്ട. ഓക്കെ ഇങ്ങനെ ഈ ഫയൽ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ പറഞ്ഞ പോലെ റോബോട്ട്സിനെ നമ്മളെ ഈ ഒരു സൈറ്റിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് എന്താണ് സൈറ്റ് മാപ്പാണ്. അതായത് XML സൈറ്റ് മാപ്പ് എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റിന് ഒരുപാട് പേജസ് ഉണ്ടാവും. അപ്പോൾ ആ പേജസൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും റാങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറ്റും ഈ സൈറ്റ് മാപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഈ അൽഗോരിതംസിന് നമ്മളെ പേജിലുള്ള നമ്മുടെ വെബ്സൈറ്റിലുള്ള ഓരോ പേജിനെ പറ്റിയും പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പ്ലേലിസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൽ ടെക്നിക്കൽ SEO എന്നുള്ളത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനായിട്ടും പറ്റും. ഓക്കെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൈറ്റ് മാപ്പ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് സൈറ്റ് മാപ്പ് ജനറേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ക്രോമിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സൈറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് വരും. ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ XML സൈറ്റ് മാപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ നമ്മളെ ആ ഒരു സൈറ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഫ്രീ XML സൈറ്റ് മാപ്പ് ജനറേറ്റർ എന്നാണ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഡൊമൈന് എന്താണോ അത് കൊടുക്കുക. ഓക്കെ ഡൊമൈൻ എടുക്കുക. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മളെ ലിങ്ക് എടുക്കുക. അതായത് നമ്മളെ വെബ്സൈറ്റിൻ്റെ നമ്മൾ ഇന്നലെ ഹോസ്റ്റ് ചെയ്തില്ലേ ആ ഹോസ്റ്റ് ചെയ്ത ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വരിക.
എന്നിട്ട് എന്താ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാൻ പറ്റും എന്ത് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജനറേറ്റ് സൈറ്റ് മാപ്പ് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഡൊമൈന് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇവിടെ ജനറേറ്റ് സൈറ്റ് മാപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് സൈറ്റ് മാപ്പ് ഡോട്ട് XML എന്ന് പറഞ്ഞിട്ടൊരു ഫയലാണ് നിങ്ങൾക്ക് എന്ത് ഇൻസ്റ്റാൾ ആയി കിട്ടുക. അതെടുത്തിട്ട് നേരെ പോവാം. നേരത്തെ robot.txt നമ്മൾ അതായത് robots.txt എന്നുള്ള ഫയൽ ആഡ് ചെയ്തതിൻ്റെ താഴെ തന്നെ സൈറ്റ് മാപ്പ് .xml പറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ സൈറ്റ് മാപ്പ് ഡൗൺലോഡ് ആയിട്ടുള്ള സൈറ്റ് മാപ്പ് ഉണ്ട്, അത് നേരെ എന്ത് ചെയ്താൽ മതി, അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഇടുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ കാണിക്കണം. ഇപ്പോൾ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ കാണിച്ചുതരാം. അതെന്തെല്ലാം നേരെ പോവാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ VS കോഡ് പോവുക. VS കോഡ് പോയതിന് ശേഷം ഇവിടെ കാണുന്ന robots.txt എന്ന് പറയുന്ന ഫയലിലെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൈറ്റ് മാപ്പ് .xml പറഞ്ഞിട്ട്, ഇത് XML ആണ്, അതുകൊണ്ടാണ് XML എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാക്കുക. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു കോഡുണ്ട്, മീൻസ് XML ഒരു ഫയലുണ്ട്. ആ ഫയലിലുള്ള എന്താണോ സംഭവം അത് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഫയൽ എടുക്കല്ലേ, ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ അതെടുക്കല്ലേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോവാം, അതായത് സൈറ്റിലേക്ക് പോവാം. എന്നിട്ട് ഡൗൺലോഡ് നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ്, അതായത് ജനറേറ്റ് സൈറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു സൈറ്റ് മാപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പോവാം. അവിടെ പോയാൽ ഈ സൈറ്റ് മാപ്പ് എന്നുള്ള എന്ത് ചെയ്യാം, ഒന്നോ നിങ്ങൾക്ക് ആ മൊത്തത്തിൽ എടുക്കുക, അല്ലാതെ എനിക്ക് ഇതിനുള്ളിൽ എന്താണോ ഉള്ളത് അത് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്താലും മതി. ഇവിടെ പോയിട്ട് നേരെ പേസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ എന്താ ഉണ്ടാവുക അതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നിങ്ങളെ സൈറ്റ് ഒരുപാട് പേജുള്ള നല്ല പൂർണ്ണമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലിങ്ക് ആയിരിക്കില്ല ഉണ്ടാവുക, കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്തില്ല, കറക്റ്റ് ഇതിന്റെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ജനറേറ്റഡ് സൈറ്റ് മാപ്പ് ഈ രീതിക്ക് ഇരിക്കുന്നത്. ഓക്കെ, അതെന്താ വെച്ചാൽ ആകെ ഒറ്റ പേജുള്ളൂ, ഒരു ഹോം പേജുള്ളൂ, index.html വരെ ഒറ്റ പേജുള്ളൂ. ആ ഒറ്റ പേജ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ലിങ്ക് കിട്ടുന്നത്. ആ ലിങ്കാണ് നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ പേജസ് വെച്ചാൽ ഒന്ന് ഹോം പേജ്, പിന്നെ അബൌട്ട് അസ്, കോണ്ടാക്ട് അസ്, പിന്നെ അതുപോലെ തന്നെ എന്താ കരിയർ, അങ്ങനെ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. ആ മൾട്ടിപ്പിൾ പേജസ് എന്ത് ചെയ്യുക, എടുത്തതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക, മീൻസ് ലിങ്ക് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഡൗൺലോഡ് ചെയ്ത XML ഫയൽ ഒന്ന് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോഡ് കാണും, ആ കോഡ് എടുക്കുക. ആ കോഡ് എടുത്ത് ഇതുപോലെയല്ല ശരിക്കും ഉണ്ടാവുക. XML ഫയൽ വെച്ചാൽ ഒരു അപ്സെറ്റ് അങ്ങനെ മറ്റു കുറേ ഒരു നമ്മുടെ ടാഗ് പഠിച്ചില്ല, അതേപോലെ ഒരു ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഉണ്ടാവുക. അതായത് നേരെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ. അതെങ്ങനെയാണെന്നുള്ളത് മറ്റേ വീഡിയോ ഉണ്ട്, അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞല്ലോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ടെന്ന്, അതിൽ കറക്റ്റ് ഉണ്ട് എങ്ങനെയാണെന്നുള്ളതും ആ ഒരു ഫയൽ ഏത് രീതിക്കാണ് വരിക എന്നുള്ളതും നമ്മൾ ആ ഒരു സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് സൈറ്റ് മാപ്പ് എന്നും എന്താണ് robots.txt ഫയൽ എന്താണും എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയി. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ സൈറ്റ് കണക്ട് ചെയ്യുന്നതും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കോഡ് ഉണ്ട്, അത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ഏത് ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ robots.txt എന്താ മനസ്സിലായി, സൈറ്റ് മാപ്പ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.